വളരെ വൊളറ്റൈൽ ആയിട്ടുള്ള ഒരു ഭൂമിയാണ് വടകരയുടേത്, നാദാപുരത്തിൻ്റെത്. മതങ്ങളുടെ പേരിലാണോ രാഷ്ട്രീയത്തിന്റെ പേരിലാണോ എന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയാൻ പറ്റാത്ത രീതിയിൽ ഡസൻ കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ട ഭൂമിയാണ്. അതിന്റെ ഓർമ്മകളുള്ള മണ്ണാണ്. അവിടെ വെച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ, അവിടെ വെച്ച് ഇലക്ഷൻ മത്സരം നടത്തുമ്പോൾ കാണിക്കേണ്ടുന്ന ശ്രദ്ധ ഒന്നുമില്ലാത്ത രീതിയിലായിരുന്നു വടകരയിൽ ഇത്തവണ നടന്നിരുന്ന ഇലക്ഷൻ ക്യാമ്പയിൻ. അതിൽ ആദ്യം മുതലേ തുടങ്ങിയ കുറേ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുടെ ഏറ്റവും അവസാനമായിട്ടുള്ള ഇൻസിഡന്റിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ കേരളം ഇപ്പോൾ മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി ആരോടെങ്കിലും മാപ്പ് പറഞ്ഞ് തീർക്കേണ്ട കാര്യമല്ല, അതിനേക്കാൾ ഗൗരവമുള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വടകരയുടെ ഈ വൊളാറ്റിലിറ്റിയെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന് കാൽമുട്ട് നിലമ്പൂരിൽ നിന്ന് വേദന വന്നപ്പോൾ മുറിവ് പറ്റിയപ്പം അതിൽ തടവി കൊടുക്കുന്ന മുസ്ലിം ലീഗിന്റെ, യൂത്ത് ലീഗിന്റെ, വൈറ്റ് ഗാർഡ്സിന്റെ ചിത്രം ഡിക്ക് എന്താ പറയാ സെലിബ്രേറ്റ് ചെയ്ത കേരളമാണിത്. അതിനിടയിൽ നടന്നിട്ടുള്ള ഒരു വലിയ ഒരിക്കലും എന്താ പറയാ ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു അബദ്ധമാണ്, ഒരു മിസ്റ്റേക്ക് ആണിത്. അത് വളരെ കൃത്യമായിട്ട് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അത് തന്നെയാണ്. പോലീസിന്റെ സ്വാഭാവികമായ നടപടികൾ അക്കാര്യത്തിൽ തുടരും. കെ ശൈലജ ടീച്ചർ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ്, അവിടുത്തെ പാർലമെന്റ് സ്ഥാനാർത്ഥിയായിരുന്നു. അവരും പറഞ്ഞിട്ടുള്ളത് ഇത് ചെയ്തത് ആരായിരുന്നാലും അവർ ഇടതുപക്ഷത്തിനെതിരെ പ്രവർത്തിക്കുന്നവരാണ് എന്നാണ്. പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഇപ്പൊ പോലീസ് ഹൈക്കോടതി കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടിട്ടില്ല. അതിൽ പേര് പറഞ്ഞിരിക്കുന്ന ആളുകൾ മുഹമ്മദ് ഖാസിം എന്ത് കുറ്റം ചെയ്തു എന്നാണോ പോലീസ് പറയാൻ ശ്രമിക്കുന്നത്, അതേ കുറ്റം തന്നെയാണ് ഇവരും ചെയ്തിട്ടുള്ളത്. കാരണം ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഖാസിമിന്റെ പേരിലുള്ള ഒരു നമ്പറിൽ നിന്ന് ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തതായിട്ടുള്ള ചിത്രം കാണുന്നു. അതേ ഒഫൻസ് തന്നെയാണ് ഈ പറയുന്ന 4 പേരും ചെയ്തിട്ടുള്ളതെന്നാണ് എന്റെ നിയമപരമായിട്ടുള്ള അറിവ് വെച്ചിട്ട്. റിബേഷ് ആയിരുന്നാലും, അമലായിരുന്നാലും, മനീഷ് ആയിരുന്നാലും, അബ്ബാസ് ആയിരുന്നാലും. അല്ല, അവിടെയാണ് ഇപ്പൊ പോലീസ് ശരിയായ നിലയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം. ഡോക്ടർ പ്രേംകുമാർ 2/13 ആദ്യത്തെ പോസ്റ്റ് ഇട്ട റിബേഷ് രാമകൃഷ്ണനും അതിനുശേഷം പോസ്റ്റ് ഇട്ട ആളുകളും ഒക്കെ സാക്ഷികളാണ്. വഹാബ് സൺ ഓഫ് അബ്ദു, അദ്ദേഹമാണ് ലോകം കാത്തിരുന്ന പോരാളി ഷാജിയുടെ അഡ്മിൻ. അത് വെളിവായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം 23-ാം സാക്ഷിയാണ്. റിബേഷ് രാമകൃഷ്ണൻ 22-ാം സാക്ഷിയാണ്. ഈ പോരാളി ഷാജിയുടെ പോസ്റ്റ് റിമൂവ് ചെയ്യാത്തത് കൊണ്ട് ഫേസ്ബുക്കിന്റെയും വാട്സാപ്പിന്റെ ഒക്കെ ഉടമസ്ഥരായ മെറ്റ ഇങ്ക് കേരള പോലീസിന്റെ പ്രതിപട്ടികയിൽ 3-ാം പ്രതിയായിട്ടുമുണ്ട്. അല്ല, എനിക്ക് സംശയമുണ്ട് അഭിലാഷ് പറയുന്നതിലും പോലീസ് അവിടെ പറയുന്നതിൻ്റെ അകത്തുള്ളത്. ഒന്ന് സാക്ഷിയായി ചേർത്തു എന്നുള്ളത് പിന്നെ അവരെ പ്രതികളാക്കുന്നതിൽ പ്രശ്നമില്ല, ഫർദർ എൻക്വയറി ചെയ്യാവുന്നതാണ്. ഒരു ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ, ഡിജിറ്റലി ക്രിയേറ്റ് ചെയ്യപ്പെട്ട് ഡിജിറ്റലി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ട ഒരു ഇമേജ് നിലവിൽ കേരള പോലീസിന്റെ കയ്യിൽ കിട്ടിയാൽ ഒരു 24-48 മണിക്കൂർ കൊണ്ട് അതിന്റെ സോഴ്സും അത് വന്നിട്ടുള്ള റൂട്ടും ഐഡന്റിഫൈ ചെയ്യാൻ ടെക്നിക്കലി പോലീസിന് പറ്റുമെന്നാണ് എൻ്റെ അറിവ്. ടെക്നിക്കലി പറ്റും. പക്ഷെ അത് നിയമപരമായിട്ട് ഒരു കോർട്ടിന് മുന്നിൽ പ്രസന്റ് ചെയ്യണമെങ്കിൽ അതിന് മെറ്റയുടെ വെരിഫിക്കേഷൻ വേണമെന്ന് മാത്രമേ ഉള്ളൂ. റിബേഷിന്റെ ഫോണിലേക്ക് ഈ ഇമേജ് വന്നത് എവിടെ നിന്നാണ്, ഏതൊക്കെ ഡിവൈസിലൂടെയാണെന്നുള്ളത് ടെക്നിക്കലി പോലീസിന് കണ്ടെത്താൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ വളരെ ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു ഫ്രെയിമിങ്ങിന് വേണ്ടിയിട്ടാവണം, ഒരു ചാർജ് ഷീറ്റ് ഫ്രെയിമിങ്ങിന് വേണ്ടിയിട്ടാവണം പോലീസ് ഈ അവസരം, ഈ സമയം എടുക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ ഇതിൻ്റെ അകത്ത് ആളുകളെ രക്ഷിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. ഇതിൻ്റെ അകത്ത് ആളുകളെ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് രക്ഷിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. നിലവിൽ കേരളത്തിലെ സർക്കാരോ ആഭ്യന്തര വകുപ്പോ അങ്ങനെ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. ഇപ്പൊ ഇദ്ദേഹം ഖാസിം വളരെ ധീരമായിട്ട് തന്നെ ഇതിന്റെ പിറകെ ഇത്രയും സ്റ്റേൺ ആയിട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ടും അവിടുന്ന് ജയിച്ച MP ഷാഫി പറമ്പിൽ അതിന്റെ കൂടെ ഉണ്ട്. ഇന്ന് VD സതീശനൊക്കെ പറയുന്നു ഇതിൽ അവസാനത്തെ പ്രതിയെ കണ്ടുപിടിക്കുന്നത് വരെ ഞങ്ങൾ ഇതിന്റെ പിറകെ തന്നെ ഉണ്ടാവുന്നു. ശൈലജ ടീച്ചറും പറയുന്നു അത് തന്നെയാണ്. അപ്പൊ അത്രയും സ്റ്റേൺ ആയിട്ട് രാഷ്ട്രീയ കേരളം പിറകെ കൂടുന്ന ഒരു കേസ് എന്നുള്ള രീതിയിൽ ഇതിൽ നിന്ന് പ്രതികളെ പിടിക്കാതിരിക്കാൻ പറ്റില്ല. ഇത് ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു അപകടമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട പ്രമാദമായ ഒരു കാര്യമാണ്.